ആ നല്ല ഫ്രെയിം ചിത്രം വരച്ച പോലെ ഉണ്ട് ഇവിടെ ഇതൊക്കെ പല തട്ടുകളിലായിട്ട് 5 ആളുകൾ. ഫ്രണ്ടിൽ മറ്റേ മീര ഇരിക്കുന്നുണ്ട്, മീരാദേവി. ആ കരച്ചലിനെ ഒറ്റയ്ക്ക് കാട്ടിയാൽ മതി. എന്താ ആവക്ക് ഇങ്ങോട്ട് വിട്ടണേ ഏച്ചമ്മേ. ഇത് നീ യൂർഗേസ് പുണ്യാളിന് ഒരു വഴിപാട് നേർന്നായിരുന്നു അറിയുള്ളൂ. ആണോ? ആ അതെ ശരി കേട്ടോ. ഇത് പുണ്യാളത് കേൾക്കണില്ല. 3 ആളാണിക്കിട്ടപ്പോ പാമ്പ് ഉരുളണ പോലെ ഉരുളണുണ്ട് ഏച്ചമ്മു. അങ്ങോട്ട് ഇങ്ങോട്ട് ഇതിക്കാണ് ആ വെള്ളപ്പൊക്കത്തിൽ വലിച്ചു വന്ന പാമ്പാണോ? കണ്ടാ കാലൊക്കെ ബാക്കിലേക്ക് പൊന്തിട്ട് വരുന്നുണ്ടേ. ആ കൊണ്ടുക്കങ്ങണ്ട് എന്തപ്പോ കരയാണ്ടിരിക്കണേ എച്ചമ്മ? എന്താ അങ്ങനെ തൊട്ടിട്ട് കരയാണ്ടിരിക്കണേ? കൊടുക്കച്ചപ്പാ കൊടുക്ക, അടിക്കേ ഇടിക്കേ. എസ്മേ 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 give it to her. Eira, you also give it to her. ആ കരയാൻ സമയം എടുത്തതാ, അകലേന്ന് യാത്ര ചെയ്ത് വരിക. അടി കിട്ടിയ ഓടി വീട്ടിൽ കയറും. നോക്കണേ ഇതെന്തിനിപ്പോൾ ഇവള് കരയണേ അല്ലേ? ആ അതെങ്ങനെ പോണേ? ഓ ആ ചമ്പാല് അതിന് നിൽക്കണമെന്നുണ്ട്. ആ സോഫയിൽ നിൽക്കാൻ പറ്റില്ല നിനക്ക് കേട്ടാ. ഓ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ആ എന്താ സ്പീഡ് നോക്കിയേ. ഇത് പോയി സ്കോർപ്പിയോ. ഓ അമ്മേരെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുന്നുണ്ടല്ലോ അച്ചമ്മു ഇവളുടെ. അമ്മ നീ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്, എന്തൊരു സുന്ദരിയാണ് നീ. എന്താ ദേ മറ്റേത് സൈഡിൽ കൂടെ പോകണ്ട കിട്ടോ ഇവളുടെ. ചുമരിൻ്റെ മുകളിൽ കൂടെ തേരറ്റ പോണ പോലെ. ഇതേ ആ എല്ലാ ജനലും തുറന്നു നോക്കുന്നുണ്ട്. ജോണി ജോണി യെസ് പാപ്പ ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ telling life no papa open your mouth ha ha ha. ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു പാട്ട് പാടുമ്പോ പിന്നെ ഇങ്ങനെ തന്നെ കാണിച്ചിരിക്കും ഇങ്ങനെ. അപ്പൊ മിമ്മു മിമ്മു ഹായ് മിമ്മു. ഇതിനാണ് നോക്കി നിൽക്കുമ്പോ ബിമ്മ പിടിച്ചു പൊളിഞ്ഞു വീണില്ല അങ്ങനെ എന്തോ പറയല്ലേ. ജോണിക്ക് ഭ്രാന്തായ ഈ ജോണിക്ക് ഭ്രാന്തായിട്ടാ. എസ്മേ ഡോണ്ട് ഈറ്റ്, അത് തിന്നരുതടാ എസ്മേ, അത് ക്രീമാണ് ബട്ടറല്ല. ഈ മോജി കത്തി പിടിച്ചല്ലോ. ഡോണ്ട് ഈറ്റ്. ആ അതെ ഇന്ന് നോക്കിയേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വല്ല $50,000 അങ്ങനെ എടുത്തിട്ട് ഒരു ചീപ്പ് 2-3 ഈ വീട്ടിൽ മേടിച്ച് വെക്കിയിട്ടാണ്. അതെ ദയവ് ചെയ്ത് പ്ലീസ് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ്. എൻ്റെ ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം അതും മാറ്റി വെച്ചേക്ക്. ഇപ്പം പോരെ എന്തൊരു ശല്യമാണെന്നറിയാവോ. ഒരു ചീപ്പില്ലേ വീട്ടിൽ. അച്ഛമുട്ടാ അത് തിന്നണ്ട കേട്ടോ. നീ ഇപ്പം പോവാനാ? എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ട് പോയാൽ മതി കേട്ടാ. നിനക്ക് ഭാര്യമാരുടെ പണിയാതൊക്കെ ചായ ഉണ്ടാക്കിയതല്ലേ. ഇന്നലെ എന്നിട്ട് പബ്ബില്ല. ആ പബ്ബിൽ 3 ഭാര്യമാരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു യാ. അതെ അടുത്ത ആൾ തിന്നു തുടങ്ങി. ഏയ്റാ ഡോണ്ട് ഈറ്റ്. ഏയ്റാ ഏയ്റാ ഡോണ്ട് ഈറ്റ്. നോ നോ കിളിരി അച്ഛനെ മൂടി. ഓ ഇതൊക്കെ ആ തിന്നട്ടെ ആവശ്യത്തിന്. ഞാൻ ഇതാകുമ്പോൾ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഫ്രീ കിട്ടുമല്ലേ. $3 ഒരു മാസം തിന്നാളുണ്ട് ക്രീം. ആ എന്നിട്ട് കൂട്ട്. 3, 2, 1 ഗോ. ഫോട്ടോ ടൈം. എസ്മേ ഇന്ന് പിള്ളേർക്ക് നമ്മൾ വെറൈറ്റിക്ക് ചീസ് ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ചീസ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ ഈ ഒരു പരുവത്തിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. അവർക്കിപ്പോൾ ഇങ്ങനെ പിക്ക് ചെയ്ത് കഴിക്കുന്നതാണല്ലോ ഇഷ്ടം. ബാക്കി നമുക്ക് കഴിക്കാം. Are you ready to have your breakfast, the new style cheese omelette? What about you, Han?
Oh my gosh, they both crying in the same pattern. That's not good. Hey. ടൈറമ്മയുടെ തല നോക്കട്ടെ, ശ്രദ്ധ, കോൺസെൻട്രേഷൻ മാറി. ഇത് പണ്ടാരി ഇത് ഇങ്ങനെ ഇരിക്കാറോ? എന്ത് തുടങ്ങില്ലേ? അത് നീ പേനാക്കിയപ്പോ അതുപോലെ വന്നു. അതേതായിരുന്നു പാട്ട്? മേഘം സൈഡിലിട്ട് കടിക്കുന്നുണ്ട്. ഞണപ്പല്ലുള്ള പോലെയാണല്ലോ. എവിടെ പല്ലൊന്നും ഇല്ലെങ്കിലി. ഓ സംശയം. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവൾ എന്താ തന്നത് എനിക്ക്? ഏതാ പാട്ട് മനസ്സിലായാ? ഞരമ്പുകൾ വാത്സ്യായന സൂടു സൂടു നിരണ്ടോ എന്താ കഴിക്കണ്ട? ഞാൻ ചോദിക്കുക കഴിക്കണ്ടോ? എസ്കാർഗോ പാബ്ലോ മുകളിലെന്താ പ്രീച്ച് ചെയ്യണ്ട? ഗുഡ് ഗേൾ എസ്മൈ. പഴുതാരി നല്ലത്. ഇതെന്താ ഇങ്ങനെ സ്ലോ മോഷനില്ലേ? 120p 60 ഫ്രെയിം പെർ സെക്കൻഡ് 4K. മറ്റേതാകുമ്പോൾ ഇപ്പോൾ തീറ്റ കഴിഞ്ഞു. സാരല്ല, അവരങ്ങനെ തനിയെ തിന്ന് പഠിക്കട്ടെ. അവൾക്ക് വേണമെന്നും പറയുന്നുണ്ട് ഫ്രഞ്ച് ടോസ്റ്റ്. ബാക്കി കൊടുത്ത ടോസ്റ്റ് മുഴുവൻ നിലത്ത് തീർക്കുന്നുണ്ട്. 100 ഗ്രാം തിന്നുമ്പോ അത് മുഴുവനില്ല. അത് മതി. അത് തനിയെ തിന്നുമ്പോ കുറച്ച് തിന്നുള്ളൂ. അത് മതി. അതന്നെ എടുത്തു വെച്ചോട്ടാ. വൈകുന്നേരം അത് തിന്നാട്ടാ. കണ്ടാ നമ്മുടെ കുട്ടികൾ ഓൾറെഡി നമ്മൾ ചിയേഴ്സ് അടിക്കുന്നുണ്ടേ. ചിയേഴ്സ്. അഭയാർത്ഥിക്കുമ്പോല് നാട്ടില് ആൾക്കാര് വെള്ളപ്പൊക്കത്തിന് വന്നിട്ട് കിടക്കുന്ന പോലെയാണല്ലോ നാടിനകത്ത് ഇറക്കണത്. എപ്പോഴും ഈ പരിപാടി ചെയ്ത് ഞാൻ നോക്കി. ഇന്ന് മുതൽ ഞാൻ ടൈഡി കീവിയാട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം. എന്നിട്ട് ഇവിടെ അമ്മ ഒരു കോഴിമുട്ട തിന്നായിരുന്നു. അമ്മ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ആർക്കും ഫുഡ് കിട്ടും. എല്ലാ കപ്പോട്ടും തുറന്നു നോക്കണ്ടിട്ടാ. ഇവിടെ പുണിയൊക്കെ what are you up to? ഇത് റൊട്ടി ചവിട്ടിയാണല്ലോ. ഇവിടെ എടുത്ത് വെച്ചോ തുസു പുറപ്പെടാടിയല്ല. നീ കുറച്ച് കോളിനും കൊടുക്ക്. കോളിയുടെ കുറവുള്ളോ? അവരുടെ മുട്ട ഇവിടെ ഇരിക്കട്ടാ. അത് ആർക്കും വേണ്ട. ആ മുട്ട തിന്നണ്ട. ഇപ്പൊ അമ്മ തിന്നണ്ട മുട്ട. അതിന് ഞാൻ തിന്നത്ത്. ഞാൻ ഞങ്ങളില്ലാത്ത നേരത്തെ തിന്നണല്ലോ. എനിക്ക് വല്ല ഭക്ഷണം കഴിക്കണേ കേട്ടാ. നീയേ നീ ഇവിടെ വല്ല പണി എടുക്കട്ടാ. ഇന്ന് ഇപ്പം ഇങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യണില്ലേ? ഇന്നെന്തിട്ടാ ക്യാമ്പാ? ഇന്ന് ഫുള്ള് ക്യാമ്പിങ്ങാ. ചേരേ അവിടെ ഇരിക്കട്ടാ. അമ്മ ഒരു മുട്ട വയ്ക്കട്ടെ. അവിടെ നിന്ന് കയ്യിൽ വടിയൊന്നും ഇല്ലാണ്ട് വരുന്നില്ല. അല്ലെങ്കിൽ വടി തോറിന് എന്താ ചുറ്റിക്കൊന്നും കിട്ടിയില്ല ഇന്ന്. എന്താ കൈ ഫ്രീ? എന്താ സ്പീഡ് പറഞ്ഞിട്ടാ വരണേ. ആരവിടെ പടി ഓർന്നു പറഞ്ഞ കുട്ടിയോട്? തോറിന്റെ ചുറ്റിക്ക അവിടെ. ഒരു തോറ് പുറത്ത് വെക്കുന്നുണ്ട്, ഒരു തോറ് ഉള്ളിൽ വെക്കുന്നുണ്ട്. ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാനുയാമം മദാലസയാമം. ഹായ് മദാലസ നോക്കിയേ. മദാലദോസ മസാല ദോശ. ഇപ്പോൾ ഫോണിലിപ്പോൾ മുട്ട കാണാത്തവരെ പോലത്തെ. നീയേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഭക്ഷണം കഴിക്കണ നേരത്ത് ഇവിടെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കുക. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകണമെന്ന് വെച്ചെങ്കിൽ മിക്കവാറും ഒരു കൊല്ലം കൊണ്ട് മെലിഞ്ഞ് മടി പോലെ ആവും കേട്ടോ. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടണില്ലല്ലോ. ഒക്കെ വീട്ടിൽ തിന്നാണല്ലോ. നിന്റെ ഫാറ്റാ? നീ അങ്ങനെ നിലമ്പാവാൻ നിൽക്കണ്ട വെറുതെ. വാട്ട് ഡു യു കുക്കിംഗ് ടുഡേ? കുക്കിംഗ് ഒന്നും ഇല്ലേ കുട്ടിക്ക്? Why is that? What's for lunch? അമ്മ വാട്ട്സ് ഫോർ ലഞ്ച് ഒന്നും പറ. ബർഗറാ? 2 എണ്ണത്തിന് എൻ്റെ നിന്ന് കിട്ടുട്ടാ. മണ്ണ് മുഴുവൻ തിന്ന് തീർത്താ. ഏറമ്മ ചേച്ചി പോണ്ട്.
എന്നോട് ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ എന്നോട് എസ്മ പറയാ പോത്രേ പോ എറുമിക്ക് മീശയൊക്കെ മുളച്ചിട്ടുണ്ടേ ഗോട്ടി ഇറ്റാലിയൻ സ്റ്റൈലാ അറിയടാ നീ ഞാൻ മണ്ണൊന്ന് കയ്യിൽ തോറിൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ടേ 2 എണ്ണം കണ്ടാ ചുമപ്പ് നോട്ടെ ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിങ്ങനെ ചെറിയ പൂച്ചയുടെ സ്വഭാവമുണ്ട് ഞാൻ ഒന്ന് മയ്യതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണോ ഒന്ന് കാണട്ടെ ട്ടാ അച്ഛമ്മ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണട്ടെ എന്തേ ഭയങ്കര ധൈര്യശാലിയാണേ മുസ്താശി വാലി അവിടെ ഉണ്ട് ദംബ്രു രാവിലെ അമ്മ മുമ്മിക്കേരി കൊണ്ട് പല്ലച്ചിട്ട് തുപ്പിയ പോലെ ഉണ്ട് അതന്നെ കുഞ്ഞൊരു മുമ്പ് വെച്ചെടുത്തോ എന്തേ അച്ഛമ്മ ബൈക്കുമ്പോൾ കാല് പറഞ്ഞടിച്ചിട്ട് നമ്മൾ കാല് കയറ്റുമ്പോൾ ഉണ്ടാവില്ല കൂടെ അതുപോലെ ഇരിക്കുക നീങ്ങോട്ട് ഇറങ്ങിയറേ കുറെ നേരം ഇന്നോട് ഞാൻ പറഞ്ഞതാ കയറണ്ടാന്ന് ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം നിന്റെ അവിടുത്തെ മണ്ണ് മാറ്റിയിടുക അപ്പോൾ കുറച്ച് അയ്യോ അച്ഛമ്മ ദയനീയമായിട്ടൊന്നും ആരെയും നോക്കണ്ട ചേച്ചി ഒന്നും രക്ഷപ്പെടുത്തണ്ട കേട്ടോ ചേച്ചിക്ക് എൻ്റെ ഇത് കിട്ടുമോ നോ ഐ സെഡ് നോ ലെറ്റ് യു ഫൈൻഡ് എ വേ എന്നെയൊന്നും നോക്കണ്ട എൻ്റെ കുട്ടീൻ്റെ കാലം പോന്നടിച്ചല്ല അവൾക്ക് പുറത്ത് നിന്ന് കൊടുക്കുക മറ്റേ ഗോഡ് എന്നിട്ട് അമ്മ കാണിക്കണേ കല്ല് പോയിട്ടുണ്ടാ ഒരു വീട് പണിയുള്ള കല്ലുണ്ട് വായില് എടുത്താ ജമ്മൻ ചെയ്ത തുറക്കില്ലേ അത് വായ തിന്നെ അത് നമ്മൾ പുതിയ വീട് പണിയാനുള്ള കല്ല് എടുക്കണ്ടേ കുട്ടി ഞാൻ തന്ന കുഴപ്പമുണ്ടാ നീ ഉണ്ടോ അച്ഛേ ഗുഡ് ഗേളിന് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുന്നേട്ടാ നല്ല നീ ഒന്ന് രക്ഷപ്പെടുത്തിയേ കണ്ണില് മുഴുവൻ വണ്ണ വീണ പൊട്ടൊക്കെ എടുക്കും ഈ പണ്ടാരടങ്ങാനായിട്ട് ആരാണ് ജോസമ്മ ഇറങ്ങിട്ടാ ദസ്തവേദയല്ലേ ഗുഡ് ബ്യൂട്ടിഫുൾ കാലി പണ്ട ശിവനാ താണ്ടോ ഗുഡ് ഗേൾ അസ്മേ that's much appreciated that's the one തോറ് മെയിനായിട്ട് പ്ലാസ്റ്റിക് ഇതൊക്കെ തിന്നിട്ടേ ഭയങ്കര മനഃശക്തിയായിട്ടുണ്ട് എൻ്റെ കുണ്ടി കാരണം എനിക്ക് നിൽക്കാനും പറ്റുന്നുണ്ട് ഞാൻ ഒന്നുകൂടി കയറി ട്രൈ ചെയ്യണം മണ്ണ് മാറ്റി ദിവസം ഞാൻ ഇത് കിളി പോയിട്ട് പറഞ്ഞോ പോലെ ദേ കല്ലൊക്കെ വീണു അതെവിടെയായിരുന്നു വീണ്ടും കയറ്റി ഇത് എവിടെ കളക്ട് ചെയ്ത് വെക്കണ വെച്ചമ്മ അയർമ്മ അയ്യോ ഇത് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടീനെ കൊണ്ട് നല്ല ഉപകാരമുള്ള ഒരു കുട്ടി കേട്ടോ അത് ഏറാ മല്ലും അല്ല കല്ലും മണ്ണൊക്കെ എടുത്ത് കളക്ട് ചെയ്തിട്ടേ അമ്മ പോണില്ലേ കസാര മേടിക്കാൻ ഇതെന്താ ആനയാ പരിപാടി കഴിഞ്ഞിട്ട് കയറ്റാൻ നീ കയറ്റി വെച്ചോ അവരോട് കളിക്കട്ടേ ഇനി കുറച്ച് ഓറഞ്ച് തിന്നെ അങ്ങനെ വല്ല വൈറ്റമിൻ സി കയറ്റേ ഒന്ന് മാറി ഇവിടെ വെച്ചേ അതിൻ്റെ ഗുഡ് ഗേൾ എസ്മേ താങ്ക് യു ഗുഡ് ഗേൾ എസ്മേ ഷൂവിൻ്റെ ഉള്ളിൽ കുത്തി കയറിക്കേ അമ്മ ഷൂ ഇടുമ്പോൾ കാലുമ്പിൻ്റെ മുകളിൽ കുത്തി കയറട്ടെ ഒന്ന് അറിയാം എൻ്റെ ഗോളുടെ ഇത് നോക്കി ഈ കുട്ടിക്ക് വല്ല ഭ്രാന്തായ ഈ വീട് മുഴുവൻ വൃത്തിയാക്കുക ഏത് സമയവും ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ നമ്മളൊരു തരി എൻകറേജ് ചെയ്താൽ മതി വീഡിയോയിലൊക്കെ ഇടുക ഒന്ന് എൻകറേജ് ചെയ്യുക അങ്ങനെ ആക്കുക പിന്നെ പ്രിങ്ങ് 100-110 ഇന്നലെ ബിബ്ജിയോർ സ്റ്റൈലിലാണ് ഇവിടുത്തെ കണ്ട വയലറ്റ് ബ്ലൂ ഇൻഡിഗോ കളറിലെ ബുക്കുകളൊക്കെ അറേഞ്ച് വെച്ചു അല്ല അവളുടെ മനസ്സിലാതായിരുന്നു വന്നപ്പോൾ ഇങ്ങനെയെന്ന് മാത്രം വന്നപ്പോൾ ബിബ്ജിയോർ പോയിട്ട് റൊബാജിയോയി റെഡ് ബ്ലൂ ബട്ട് ദാറ്റ്സ് ഓക്കെ സ്റ്റിൽ ഗുഡ് വർക്ക് അപ്രീഷിയേറ്റഡ് രാത്രി 11 മണിക്ക് എൻ്റെ കണ്ണ് നിറയേ വാ പറഞ്ഞ അത് തന്നെ നമുക്ക് നമ്മുടെ കാറ് കഴുകാം എന്താ ഇതൊരു വെറൈറ്റി ആവുമല്ല ഇന്നെന്താ കുക്ക് ചെയ്യണേ ബേബ് ഒറ്റക്കൂറിനെ കുക്ക് ചെയ്യണേ ഞാനല്ല ഡിന്നറിന് എന്നിട്ട് നീ ഉണക്കമീനും മാന്തള ഫിഷ് കറി അമ്മ ക്യാൻ യു ബൈ സം ഫിഷ് ഓൺ ദ വേ ബാക്ക് പ്ലീസ് നിനക്ക് നല്ല നാണമല്ലേടി ഞാനും കുട്ടിയാണ് ഈ വീട്ടിലെല്ലാ കുക്കിങ്ങും ചെയ്യണത് നീ ഇങ്ങനെ മല്ലും കണ്ണും വീണ്ടും അതെന്നെ പറഞ്ഞ നീ എന്ത് ചെയ്യുന്നവരും ഇങ്ങനെ ഇരിക്കണേ എന്നെ ചോദിക്കണേ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ
നിങ്ങൾ രണ്ടുപേരും ഇന്ന് പിള്ളേരെ നോക്ക്. ആ അയ്യോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. കണ്ട എനിക്ക് മുതലാളിനെ പിരിഞ്ഞാലും വിഷമാവും. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. അത് പറ്റില്ല എനിക്ക്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇവിടെ ഫോട്ടോ കെട്ടിയിട്ട് ഇരുന്ന് അത് കഴിഞ്ഞപ്പോ പിങ്ങോ 1 hour ഞാൻ ടയർഡായിരുന്നു. ഫോട്ടോ കെട്ടിയ ഫോട്ടോ ആ ഞാൻ ഒന്നിനോട് ചോദിക്കാൻ പോവായിരുന്നു ഇവിടെ എവിടെ ഫോട്ടോ വെച്ചിന്ന്. അപ്പോഴേക്കും പിങ്ങു ടയർഡായി. അവരോട് 5 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ടയർഡാവും. ഞാൻ വെറുതെ പറഞ്ഞല്ലേ മുട്ടേ എന്റെ മീശ എന്താ ഇങ്ങനെ പോയി വെട്ടിയതല്ലേ അങ്ങനെ ഉണ്ടാവും. നൈസല്ലേ? എൻ്റെ ഒരാഴ്ചത്തെ ഡയറ്റിന്റെ വ്യത്യാസം ഉണ്ട് മൂത്ത്. നല്ല തടി വെച്ചിട്ടുണ്ട്. എടി ആൾക്കാർ എൻ്റെ അമ്മ നിനക്കറിയോ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഓർമ്മയിൽ അമ്മയ്ക്ക് വേണം 5ാം ക്ലാസ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ തടി വയ്ക്കാനായിട്ട് ഒരു ഡോക്ടറെ അടുത്തോട് ഗുളിക വെച്ചു. നാട്ടിലങ്ങനെ കഴിക്കുന്ന നാട്ടിലല്ല ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഔ വീണു എന്താ മോത്തൻ്റെ കോല അവിടെ ഇരുന്നോ? ഞങ്ങളെ ഉച്ചക്കലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഒന്ന് എഴുന്നേറ്റു. അമ്മയും ചേച്ചിയും കൂടി കുട്ടികൾക്ക് പുതിയ ഒരു ഊണ് കഴിക്കുമ്പോൾ വയ്ക്കണ ആ സീറ്റ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുക. പിന്നെ കൂട്ടത്തിൽ തന്നെയാക്കി പോയി. നമ്മളെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയണ്ടത്. ഞാൻ അവിടെ കൊണ്ട് നിർത്തി. അല്ല ഞാൻ എന്താ ചെയ്യാ? എന്തപ്പോ എൻ്റെ പ്രശ്നം എന്താ? അവർ വരാണ്ട ഫുഡ് തരില്ല കേട്ടോ അച്ഛമ്മനെ. ഏറമാ ഇത് ഓറഞ്ച് അയച്ചിട്ട് എന്നോട് പൊളിച്ചു തരാൻ പറയാണ്. ഇത് ഓറഞ്ചാണ്, ഇത് പൊളിച്ച അത് ഓറഞ്ചല്ല, ഇത് ലെമണാണ്. എന്നെ നീ കണ്ണു തീർച്ചു നോക്കി അറിയോ? ആ അതൊക്കെ അറിയാട്ടാ, ഇതൊക്കെ അറിയാം. തൊള്ളയിലെ നാവിന് കുറവൊന്നുമില്ല. തൃശ്ശൂക്കാരുടെ നാവ് കിട്ടിയിട്ടുണ്ട്. അമ്മേരെന്ന് മിക്കവാറും എനിക്ക് കിട്ടും. അമ്മ രാവിലെ മാറി കൊടുപ്പ് ഒന്ന് ചെളിയാക്കിയിട്ട് മാറിയിട്ട് ഇവിടെ ഇരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. അമ്മേരെന്ന് എനിക്ക് കിട്ടോ? എസ്മേ കിട്ടോ? എസ്മേ അണ്ടിപ്പരിപ്പ് പോലെ കാലിരിക്കണേട്ടാ ഏച്ചമുട്ടാ. മേടിച്ചോണ്ടെന്ന ടോയ് പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ രസം. അമ്മ അമ്മ എന്താ മേടിച്ച്? എപ്പോ പോയതാ ഷോപ്പിങ്ങിന് കുടുംബത്തിന്ന്? എപ്പോ പോയതാ? 12 മണി. 12 മണി. ഇപ്പൊ സമയം എത്ര? 2 മണി. ഞാൻ ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റണ്ടേ? ഞാനാണെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും. ഞാൻ ഫുഡ് എടുക്കാൻ പോകുമ്പോഴേക്കും നീ വന്നില്ല. നീ വന്നപ്പോ മോന്തിനാണോ 1:30 അവരെ വെയിറ്റ് ചെയ്തത്? അവര് ലേറ്റ് ആയിട്ടുള്ള ഡിന്നർ കഴിച്ച നീ അത് കഴിഞ്ഞ് മുട്ട കൊടുത്തില്ലേ അവർക്ക് ലഞ്ച് കഴിച്ചത്? എന്നാലെന്നാ നീ ഇപ്പൊ ഇത് മേടിച്ചതാ ഈ കസാര? ഒരെണ്ണം അയ്യോ ഇത് എസ്മല്ല. ഈ കസാരയിൽ നമ്മൾ ഇരുത്താൻ പറ്റില്ല. ഒരെണ്ണം ഇരുത്തി നോക്കാം എന്നിട്ട് മതി. എസ്മേ ആ കണ്ണില് കുത്തി. ആരും പറഞ്ഞില്ല റിമോട്ട് എടുത്തിട്ടേ വെട്ടി വീശി നടത്താൻ. കളറി പൈറ്റ് പഠിക്കാൻ നീ ആര്? പൊന്നോ ആ സൈഡിൽ കണ്ണ് നോക്കിയാലേ കണ്ണിലെന്ത് കുത്തിറേ? കൂടെ ഉള്ളത് ഞാനാണോ? മാമ എടുക്കട്ടെ. ഏറാ ഏറാ ഏറയ്ക്ക് പുതിയ ടോയ് എറിഞ്ഞ് കളി. ഇതിന് പുതിയ ഗെയിം ഇപ്പോ അതിങ്ങനെ എടുത്തിട്ട് എല്ലാ സാധനവും കയ്യിലെടുത്തിട്ട് ഉന്തി നടക്കുക. സോമന്റെ പാൻറ്റൊക്കെ ഇട്ടിട്ട് ബൂം. പുതിയ കസാര എങ്ങനെയുണ്ട് അമ്മ? പോരാ. എന്താ കുറച്ചും കംഫർട്ട് അല്ലേ? ചെറുതാണ്. കൊടുക്കറേ ചക്ക വറുത്ത് കുത്തി കയറും. അത് വായലിട്ട് അരച്ചിട്ട് കൊടുക്കേണ്ടി വരും. ചോറൂണ് നിർത്തിയാ അത് തരാൻ പറ്റാ. എന്നാ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ചെല്ലാനത്ത് മീൻ പിടിച്ചിട്ട് ഫുൾ അലമ്പുണ്ടാക്കിയാനാണ് ഇവൻ. ഭാര്യ ഒളിച്ചിരിക്കുക. അത് കേട്ടപ്പോ എന്നെ ഉൾപ്പെടുത്തണ്ടെന്ന്. എനിക്ക് ഈ പുള്ളിനെ അറിയില്ല. ഞാനും ഇവനായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. ഇവന് ഓർമ്മയില്ലേ? ഇവനാണ് അന്ന് മറ്റേ നമ്മുടെ കാളാഞ്ചി പിടിച്ച് കയറ്റുവൻ. പുള്ളി ഇപ്പോ വെല്ലിംഗ്ടണിലായിരുന്നു. പക്ഷെ അവിടുന്ന് പുള്ളി ഇനി പതുക്കെ ഓക്ലാൻഡിലോട്ടേക്ക് മാറുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മറ്റേ കുറച്ച് മീൻപിടുത്തെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി വന്നതല്ല. എന്താണ് വന്ന നിലയ്ക്ക് നമ്മുടെ ബർഗർ ഒരെണ്ണം കഴിക്കാണ്ട് കേട്ടാ. എന്തൊരു തൊണ്ടഭാഗ്യ. കറക്റ്റ് ടൈമിനാ വന്നേട്ടാ നീ. തീറ്റഭാഗ്യുണ്ട്. ഇവനാണെങ്കിൽ മദ്യപിക്കില്ല. ഇല്ലാച്ചെങ്കിൽ നമുക്ക് റമ്മൊരെണ്ണം കൊടുക്കായിരുന്നു. മീൻ തിന്നാളെന്റെ അല്ലേ? ഗോൾഡാ നിന്റെ ബർഗർ എന്നാ? നീ ഗോൾഡ് നീ കഴിക്കായിരിക്കും. ഇരുന്ന് നോക്കിക്കേ ഫ്രൈഡ് ഒക്കെ ഉള്ളു കഴിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നിന്റെ ചോറിന്റെ സൈഡിലേ ഇവരുടെ ചോറ് വയ്ക്കേ. അല്ല ഇത് വയ്ക്കാൻ തിന്നൂടി. തിന്നും നോക്കിക്കോ. ഒപ്പം നോക്കിക്കോ. ഒരാൾ അവിടെ നിന്ന് കൊട്ടും കുരവൊക്കെയായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ ബർഗർ കഴിച്ചില്ലേ? കടിക്കാൻ പറ്റണില്ലേ? ഇല്ലില്ല. അവള് ഭയങ്കര ഹെൽത്തിയാ. നിങ്ങൾ മെലിഞ്ഞോ? കുഴപ്പമില്ല. അല്ല തടി വെച്ചോ. അവൾക്ക് മെലിയണം അതാണെന്ന് അല്ലേ? അല്ല
എന്നോട് പറ. അവൾക്കൊന്ന് സന്തോഷാവട്ടെ ഗോൾഡിക്ക്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ പറയില്ലേ, മെലിഞ്ഞതാ ശരിക്കും പറ. അല്ല നീ മുന്നേ തടിച്ചിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നത്. ആയ് അല്ല ശരിക്കും മെലിഞ്ഞിട്ടുണ്ട്. ദേ വേറെ വണ്ടി പോണ നോക്കിയാ. വീഡിയോയിൽ കാണുമ്പോൾ നല്ല മണമുണ്ടല്ലോ. വീഡിയോയിൽ നിങ്ങളൊക്കെ ഇച്ചിരി സൈസ് ഇടാം. ഇതാണ് പറ്റിക്കല്ലേ. അതല്ല, ഇതിപ്പോ ഇവള് കഴിക്കുന്നത് കണ്ടിട്ട് ഇപ്പൊ ഇവരുടെ ഭക്ഷണം കഴിഞ്ഞതാ. അപ്പൊ ഇനി അത് ചോദിക്കാൻ വരും. അപ്പൊ അത് പറ്റിക്കാനാ, ബാക്കിയുള്ളത് പറ്റിക്കാനാ. ആ വന്നു ദേ പോയിട്ട് അക്കടാവ് ഉച്ചയ്ക്ക് ഉറങ്ങണ സമയമായ കാരണം ഭയങ്കര ബഹളം. അത് കാരണം ഉണ്ടാക്കി കൊടുത്ത ബർഗർ വരെ പാഴ്സലാക്കിട്ടാ പോണേ. ഇപ്പൊ എന്തിനാ നീ ഇങ്ങോട്ട് വന്ന്? ഹോട്ടല് ബാറിൽ കൊടുക്കുന്ന കാശ് മുതലാളിക്ക് തന്നാൽ ബാറിലേക്കുള്ള ട്രാവലിംഗ് ലാഭം. സാരല്ല നോട്ടോ. സോ ഗുഡ്. അപ്പൊ ചിയേഴ്സ്. ചിയേഴ്സ്. എന്തെങ്കിലും ബാക്കിൽ ഉണ്ടാക്കണ്ടെങ്കിൽ പറയേ. ഇതെന്തുണ്ടാക്കണം? ഐസ്ക്രീമാ? കോട്ടേജ് ചീസും മറ്റേ ബ്ലൂബെറിയും കൂടെ കുട്ടികൾക്കുള്ള ഡിസേർട്ട്. ഈ പറയെല്ലാം കൂടി ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ പിള്ളേർ 3 ഡോസ് ഫുഡ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എപ്പോഴേലും തിന്നാം. എനിക്ക് ഉണ്ടല്ലോ ഒരു ബെറി കിളിയാട്ടത്തേക്ക് കുറച്ച് തന്നെ. സത്യം പറയട്ടെ, നീ എന്നെ ഉണ്ടാക്കിയാലും മുട്ട ചീഞ്ഞ മണം. ആ കോട്ടേജ് ചീസിന് എന്തൊരു മണം. പിന്നെ ഉപ്പ്, അത് അതിന്റെ ഉപ്പാ. കുറച്ച് മാപ്പിൾ സിറപ്പ് ഇട്. മധുരമില്ല, കലങ്ങിയില്ല. മധുരം വേണ്ട ഞങ്ങക്ക്. ഞങ്ങള് ഷുഗർ ഫ്രീ ആ, മോനെ പോലെ അല്ല. എന്റെ മീശ ഇത് നന്നായി. ഇവിടെ ഇരിപ്പുണ്ട്, ഇടയ്ക്ക് നക്കിട്ട് തിന്നാ. കുറച്ചുകൂടി മധുരം വേണം കൊണ്ട്. ഇനി ഞാൻ മധുരം എങ്ങനെ ഇടുന്നേ? വേണ്ട, പിള്ളേർക്ക് കൊടുത്തോ. മറന്നുപോയി. ഇതിന് സ്കാർഫൊക്കെ ഇടണം ഇതിന്. ഓ ബിസ്കോഫ്. ഔ ഇന്ന് വേറെ സംഗതി കാണിച്ചാലോ, എപ്പോൾ കാട്ടിത്തരാം. അങ്ങനെ അവസാനം എൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം ഈ വീട്ടിൽ അമ്മയും മക്കളും പോയിട്ട് കുറച്ച് ചീപ്പ് മേടിച്ചോണ്ട് കഴിച്ചു. ഇന്ന് മൗസോ വിമാനോ? ഇത് മറ്റേ അമേരിക്കയുടെ സ്റ്റെൽത്താണോ ഇത്? ഡീടാംഗ്ലിങ്ങാ ഇതാ? അപ്പൊ ഇങ്ങുള്ള കാര്യം ഞാൻ പറയാം. ഹലോ, ഇതെന്തെങ്ങനെ കണ്ണിങ്ങനെ ഇരിക്കണേ കുട്ടിയെ? ഞണ്ടിന്റെ കണ്ണാണോ? അതെന്തിട്ട് കുട്ടികളുടെ തിന്നാളല്ല കേട്ടാ. ആ അത് നിന്റെ കണ്ണിന് എന്താ മലക്കണ്ണുണ്ടാ? എല്ലാരും നോക്ക് ഇത്ര നേരം ഒന്നും. ദേ ചുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പുതിയ ബ്രഷ്, പിന്നെ ആവശ്യത്തിന് ചീപ്പ് കണ്ണാടി സാധനമൊക്കെ. ഇനി എങ്ങാനും ഈ സാധനം ഇവിടെ വീട്ടിൽ മിസ്സായ ആ അത് ഇതിന്റെ മുകളിലേക്ക് ആക്കുക. അന്ന് അതിന് കൊടുക്ക്. കണ്ണ് അവിടെ നിന്ന് മാറ്റി പിടിക്കും. വല്ല അസുഖം വരും. ആ എല്ലാരും പോയി കിടന്ന് തുടങ്ങിയേ. വന്നല്ലോ വന്നല്ലോ. പിന്നെ പോയേ. ആ നിങ്ങക്ക് ആർക്കെങ്കിലും അറിയില്ല വെച്ചെങ്കിൽ എടി നീ എന്റെ ഇറക്കി കൊടുക്കാണ്ട് നീ അവൾക്ക് മാത്രം കൊടുക്കണ ശരിയാട്ടാ. ഡാഡയ്ക്ക് ചെറുപ്പത്തിൽ 5 വയസ്സിലുണ്ടായിരുന്ന സാധനം ഇത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡാഡയ്ക്ക് സെയിം ബ്രഷ് ഉണ്ടായിരുന്നു. ഓറൽ ബീയുടെ അല്ല റീച്ചിന്റെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്. സത്യമായിരുന്നു. ആ അല്ല ഇത് ഭയങ്കര പഴയ ബ്രാൻഡാ. നീ ചോദിച്ചോക്ക്, എനിക്ക് അതിന്റെ പേര് വന്ന്. ഞങ്ങൾ അടുത്ത ഘട്ട ഉറക്കത്തിൽ എത്തിയിട്ട് ബെഡ്മേക്ക് വീണ്ടും. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലെ എണീക്കുക, ഉറങ്ങുക, വീണ്ടും എണീക്കുക, ഉറങ്ങുക. ഒരു ഹായ് പറഞ്ഞേ എസ്മേ. ഹായ് കറങ്ങാനായിട്ട് അതിന്റെ സമയം കണ്ടെത്തുന്നുണ്ട് എന്റെ കുട്ടി. ഹായ് ബൈ ടാറ്റ. ഏർമ ഒരു ഹായ് പറഞ്ഞ. ഏർമ ഹായ് പറ. ഹായ്. ഷീ ഈസ് വെരി ടഫ്, വെരി റൂഡ്. ഗുഡ് ഗേൾ ആണ്. ഇതെന്തത് ഈ ഹായ്? ഇത് എവിടുത്തെ ഹായ്? അത് ഒരു ഹോയ് വിട്ടെ. ഹോയ്. അപ്പൊ അത് മേടിക്കണ്ട. നീ അതിനെ തോണ്ടാണ്ട് നിക്കേ. അപ്പുണ്ട് ഇതിന്റെ ഒരു ചീത്ത വിളിച്ചോ വരെ ഇതിന് അറിയില്ല. അപ്പൊ നമ്മളതിന് മുമ്പ് വെച്ച് സ്നേഹിച്ചോളെ ജോബ് ഇവിടെ നിന്ന് കായിട്ട് വന്നു. അതൊക്കെ ചെയ്യും. തിണ്ണമെടുക്ക് കഴിഞ്ഞിട്ടുള്ളോ പറഞ്ഞാണോ? പുതിയ കമ്മലുണ്ടാ? അതെവിടെ നിന്നിട്ട് നീല പറഞ്ഞ നാളെ പേടിക്കാൻ പോണെന്ന്. ഇവരുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാ? ആ മാമി തന്നത്. നീ അത് ഊരിക്കഴിഞ്ഞ പണിയാട്ടെ കൂട്ടേ. ഞാൻ ഒരു ഡമ്മിങ് കൊമ്മി എടുക്കാൻ എനിക്ക് പേടിയാ. ഞാൻ കേട്ടോ, എനിക്ക് വയ്യ കേട്ടാ. അതിനുള്ള കമ്മല് മതി കേട്ടാ.
നാളെ അതിന്റെ കല്യാണം എന്നല്ല നീ കണ്ടോ വെച്ചേ. ആ ഇനി എന്താ എന്റെ കുട്ടിക്ക് കമ്മല് മാറ്റണ്ടാട്ടാ, എന്റെ മുച്ചരളി കല്യാണം. എടി വേണ്ടടി എടി, അത് ഊരി കഴിഞ്ഞ വേൻ എടുക്കട്ടതിന്. തമ്മി കുമ്മി എനിക്കറിയാൻ പാടില്ല. ഇത് വേറെ അത് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഉള്ളു കരയുണ്ട്. എടി അത് ഊരിയാ, എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്ത് സീനാവുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. ഇതിപ്പോ എങ്ങനെയാ മുണ്ടാണ്ട് കിടക്കണേ? അതിനെന്തോ ആ എന്റെ വിചാരം നീ ചെവിയിൽ കോലിടാന്നാ. എങ്ങനെ ഇപ്പൊ മുണ്ടാണ്ട് കിടക്കണേ? വരണ്ട് അയ്യോ ചെവിയില് ഇങ്ങോട്ട് വരുന്നു. ഭാഗ്യട്ടാ കൂടെ എന്റെ പിരി പൊട്ടിട്ടിരിക്കണം. അപ്പോഴാണ് എന്റെ പിരി ഇടുന്നത്. ഇതിന്റെ പിരി ഒരു ലെഫ്റ്റിലേക്ക് തിരിക്കല്ലേ ചെയ്യാ, അങ്ങനെ എന്തോ അല്ലേ ഒരു വ്യത്യാസം. ഇത് ആരെ ഈ ഭാഗം പണ്ടാരങ്ങൾ കണ്ടെത്താൻ എനിക്ക് കണ്ണു കാണാല്ലേ. പിന്നെ എന്താണെങ്കിലും എൻ്റെ ഇറമിക്ക് 5 മാർക്ക് കൊടുത്തിട്ടൊക്കെ ഇടാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. ആ മുതലിനെ പോയി പിടിച്ചേക്ക് ആ കുഞ്ഞു കളീനെ പൊളിക്കത് എന്തപ്പം അങ്ങനെ കിടക്കണേ മതാലസ. ഇതിന്റെ പാവം ബിങ്ങുവിന്റെ കമ്മലായിരുന്നു, അന്ന് പൊട്ടി പോയപ്പോ കിട്ടിയതാ. കഴിഞ്ഞ നല്ല കുട്ടിയാട്ടാ. ഇത് എസ്മയ്ക്കുള്ള കമ്മലാട്ടാ. ഇത് മാമി മേടിച്ചെന്താ പറയാൻ പറഞ്ഞു വീഡിയോയില്. മാമി താങ്ക് യു മാമി. ഏർമിക്ക് അടികൊള്ളും കേട്ടോ ഏറാ. അത് പോയി വലിച്ച് തന്നെ ചെക്കളെ അടിച്ചു കുളിക്കും, ഉറപ്പുള്ള കാര്യമാണ്. കുറച്ച് കുറുമ്പ് കൂടല്ല. ആ ശരി, ഇപ്പൊ സോക്രട്ടീസ് കളിക്കാം, ഞങ്ങൾ ഫ്രണ്ടായാ. ആ അതെ കേട്ടാ ഞങ്ങളുടെ കമ്മല് കേട്ടാ. മീനാക്ഷി മേടിച്ചേ? മീനാക്ഷി വീഡിയോ കാണാറുണ്ടാ? താങ്ക് യു മീനാക്ഷി. കിടന്നു തരുന്നുണ്ട് ചെല്ലേ. കുട്ടികളും കമ്മലിടാനായിട്ട് നന്നായിട്ട് സഹകരിച്ചു, നന്നായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. ഇനി നിങ്ങൾ ഉറങ്ങിക്കോട്ടാ. പോ നമുക്ക് ഉറങ്ങാം, നമുക്ക് നിങ്ങൾ ഉറങ്ങിയിട്ട് വരും. വേട്ടാ ഉറങ്ങാൻ പോവാട്ടാ, നിങ്ങൾ കാണാട്ടാ. സീ യു ആഫ്റ്റർ സം ടൈം ടാ. സേ ഗുഡ് നൈറ്റ് പറഞ്ഞ ബൈ ടാറ്റാ. ദിലീപ് മറ്റേ തിളക്കത്തിലാണെങ്കിൽ പുതിയ ബ്രഷ് മേടിച്ചു, അപ്പൊ തേച്ചു പല്ല്. ഇനി ഇതുപോലെ എല്ലാ ദിവസവും ഒന്ന് ബ്രഷ് പല്ലേക്കിന് കണ്ടാ മതി. വൈകുന്നേരം ഉറങ്ങിയടിക്കുമ്പോ കാണുന്ന കാഴ്ച. നമ്മള് ചെറുപ്പത്തിൽ എന്തെങ്കിലും മേടിച്ചാ അപ്പൊ അത് ഉപയോഗിക്കണം. അത് ഇക്കില്ല കേട്ടാ, അമ്മയാണ് അതിനേക്കാൾ നല്ലത്. അമ്മ ഉടുപ്പൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് കാറിന്റെ ഉള്ളിൽ അപ്പം ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയാ ഇവളുടെ വീഡിയോ എടുക്കാൻ. ഞാനല്ല എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു അടുത്ത ഘട്ടം കരച്ചിൽ തുടങ്ങി അവള്. എന്റെ പോലെ തന്നെയല്ലേ ഈ കുട്ടി കൊണ്ടിരിക്കണേ, ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇവർക്ക് കൊടുക്കാനാ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേ. ഞങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡിന്നറൊക്കെ കഴിഞ്ഞതാട്ടാ. ഞങ്ങളുടെ എല്ലാ ബേബീസിന്റെ മുട്ടമാമ വരുന്നു, വയറ് നിറഞ്ഞു, മൊത്തം നന്നായി കഴിച്ചു. വലിയ കഷ്ണം അവളെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കലത്തെ ചീസിന്റെ ബിസ്കോഫ് ആണ് ഇത്. അതിന്റെ മുകളിൽ കുറച്ച് ബിസ്കോഫ് ഇട്ട്. ഏതായിരുന്നു? കോട്ടേജ് ചീസ്. കോട്ടേജ് ചീസാണ്. അതിന്റെ മുകളിൽ ഓൾമോസ്റ്റ് നമുക്ക് ഇതില് 9 to 12 gram പ്രോട്ടീൻ ഉണ്ട്. Then little bit of blueberries in it. It's a good dessert for babies and they love it. അതിന്റെ മുകളിൽ കുറച്ച് ബിസ്കോഫ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ലൈറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് കഴിക്കില്ല. That's all right. That's a good feed. നീ എന്തൊരു അഴകാന്നറിയോ, നിന്നെ എന്ത് ഇഷ്ടമെന്നറിയോ? നീ ഇങ്ങോട്ട് കമത്തിയേ എന്റെ വായിരിക്കത്. ഇവിടെ ഞാൻ എനിക്കൊരു ആട്ടുണ്ട്, സീസോ പോലെ ഞാൻ തീർന്നു. കൊടുത്തേ കഴിഞ്ഞു. അടുത്ത ബോക്സ് എടുത്തിട്ട് പോയോ? ഇങ്ങനെ തീരുന്നേ എന്താ സന്തോഷം. ഒരു തുപ്പലോ കൈ കൊണ്ട് വലിച്ചിട്ട് എറിയലോ ഒന്നുമില്ല. ഒരു താരി പഞ്ചാര അങ്ങോട്ട് ചെല്ലേ വേണ്ടോ? കടിയേ അങ്ങോട്ടെ പാത്രത്തില് ഏറെ നോക്ക്, ഇതിൽ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റും ഇതൊന്ന്. ഇനി നീ അത് നക്കിക്കോ പിങ്ങോ. ആക്ച്വലി ചേച്ചിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രോട്ടീൻ്റെ കുറവുണ്ട് ചേച്ചിക്ക്. അടുത്ത കപ്പ് പ്രോട്ടീൻ എടുക്ക്. ഇവർക്ക് കിട്ടി പോലും ഇല്ല. ചേച്ചി ആദ്യം തന്നെ വലിയ സ്പൂണ് അവിടെ ഉണ്ട്, നോക്കി കൊച്ച്. അടുത്ത ബോക്സ്
അടുത്തർക്ക് ഒരു ഫുൾ ബോൾ ബിസ്കോഫ് വിത്ത് കോട്ടോ ചീസ് ഒരു കുഞ്ഞു കയ്യാട്ടെ കൂടെ വരുന്നുണ്ടോ കൂടെ ഏറിക്ക് കണ്ണനെ കാണാ യോ ഞാൻ എന്തെങ്ങനെ വീണ എന്റെ കണ്ണൊക്കെ ജോബന്റെ തല വയ്ക്കിയ കണ്ട കറക്റ്റ് മുഴുവൻ തിന്നത് നീയാ ബിസ്കോഫ് ഇറങ്ങി പോവായിരിക്കും അല്ലേ? ബിസ്കോഫ് കൊളുപ്പടിക്കണ്ട. ഇവർക്ക് ഒരു ഫുള്ളും ഫുള്ള് വേണ്ട, പക്ഷെ കൊറേ അല്ലേ. പിന്നെ അമ്മക്ക് വേണോന്ന് എനിക്കറിയില്ല. എന്തൊരു അച്ചടക്കം നോക്കിയ, ഒരു വെള്ളവും വേണ്ട, ഒരു ബഹളവും ഇല്ല, ഒരു തുപ്പലും ഇല്ല, വെള്ളം അന്വേഷിക്കുന്നു. അവിടെ ഇരിക്കാവോ? എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എന്റെ കുണ്ടിമേ ചെറിയ കണ്ണുണ്ട്. ഒരു ഉമ്മ കൊടുത്താലോ ഞാൻ അവൾക്ക്? ഞാൻ പോയിട്ട് ചോറുണ്ടാക്കട്ടെ. നിനക്ക് എന്നിട്ട് അവിടെ മുട്ട മതിയാ? മുട്ട ഓംപ്ലേറ്റ് മതിയാ? നീ അവിടെ ചിക്കൻ കറി കഴിക്കോ? മുട്ടയും വേണം. ഏറുമ്പോ ആദ്യം ഒന്ന് ഇരിക്കും, എന്നിട്ട് എണീറ്റിട്ടൊന്ന് ചാടും. അപ്പോഴൊന്നും കറക്റ്റ് അനങ്ങാനായിട്ട് കണ്ട ഫ്രിങ്ങിന്റെ അടുത്ത് വന്നിട്ട് നോക്കൂട്ടാ. ഫ്രിങ് കൊടുക്കില്ല, അപ്പൊ തിരിച്ചു പോകും കുട്ടി. എന്നിട്ട് എണീറ്റ് നിന്ന് നോക്കി വെക്കും. എടാ ഫ്രിങ് തന്നില്ലടാ നിനക്ക്? എന്താ മതിയാ? ഇനി എന്തിനാ ഉള്ള ഫ്രണ്ടിൽ കൊണ്ടേക്കണേ? That is cheating. You just want to eat the biscuit from the top. No. And you don't want to eat the cheese. No, that's good. It's good. It's good. It's good. ഞാൻ കഴിച്ചോളാം. ഏറാ ഏർമ മോനെ ഫുള്ള് കൊടുക്കണ്ട, എന്തിനാണ്? അത് നിന്നിട്ട് കിടന്ന് ഉറങ്ങട്ടെ. രാത്രി എനിക്ക് അയ്യോ കടിക്കല്ലേ സ്പൂണ്. സോ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇന്ന് കാപ്സിന് നമുക്ക് ചീസ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ ഉണ്ട് ഇവിടെ. Then omelette for Golda. And this is for myself. 4 egg, then a little bit of a carb. There we go. That's our dinner. Come on, honey. Let's go eat. ഒരാൾ കൂടെ ക്ലീനിങ്. എനിക്ക് ഒരു കാര്യം ചെയ്യാം, വീടിന്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കായിരുന്നു. അതൊന്നുമില്ല, അടുക്കള മാത്രമേ ചെയ്യുള്ളൂ. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കല്ല. പിന്നെ അതാ നീ ആ സൈഡ് പിടിക്കുന്ന നീ ആ ടേബിളിന്റെ അവിടെ 2 ദിവസം ഞാൻ അവിടെ ക്ലീൻ ചെയ്യേ. ആ ഇവിടെ എക്സ്പീരിയൻസ് ആയി കുട്ടിക്ക്. അതാ അതിന് ഇത് കഴുകാനും പിടിക്കാനും നമ്മളൊരു 1000 ഹെൽപ്പ് വേറെ ചെയ്യണം. അവരുടെ വയല ക്ലിപ്പ് ഇട്ടിട്ട് മൂടിയുടെ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കേട്ടാ. അത്തന്തേക്കും തലയ്ക്കും തിന്നാണ് കേട്ടാ. ഞാൻ ഇതെന്താ ഞാൻ അത്രയും തിന്നാണെന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ കൊണ്ടേ? അല്ല, മറ്റേ ചുമന്ന മുളക് മൂപ്പിച്ചേണ്ട നല്ല ടേസ്റ്റ്. ചിക്കൻ ഇവിടെ ഉണ്ട്, നീ പേടിക്കണ്ട. ആരും കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ചിക്കൻ വേണ്ട. നിനക്ക് പക്ഷെ പ്ലേറ്റ് ഇല്ല പന്നോ? പ്ലേറ്റ് അവിടെ കഴിയാൻ മതി. എടുത്തോ. ഈ ക്ലീൻ ചെയ്യണത് പ്ലേറ്റ് ഒന്നും കഴിയാനില്ലേ? ഞാൻ ഈ ബിസ്ക്കോട്ട് ഓഫും കൂടെ ഉള്ള ഒരു പോർഷനും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓ കറി ചൂടാക്കിയത് ആ സാധനത്തോട് നമ്മൾ കണ്ടിരിക്കാൻ പറയൂ. കറി ചൂടാക്കിയതാട്ടാ, ചോറ് മാത്രം ചൂടാക്കിയത്. അതും അവിടെ കുഴപ്പമില്ലടാ. നല്ല ഒരു എന്താ പറയുക, ഒരു പക്ഷേ ഷുഗർ ലെസ് ഡെസേർട്ടിൻ്റെ കാറ്റഗറിയിൽ വേണമെങ്കിൽ ക്രീം ചീസും ബ്ലൂബെറിയും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് വാനില ചേർത്തിട്ട്. ഞാൻ വാനില ചേർത്തില്ല അല്ലേ? മറന്നുപോയി. You may need to add a little bit of vanilla to give the toffee flavor. മതി. It should be fine. Okay, so that's it for the day. No, you can't do that when it's not ready. നല്ല ചിരിയാണല്ലോ കുട്ടിരെ. അത് എന്തിനാ ഇപ്പോൾ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ചിരിക്കണേ? അപ്പിട്ടുണ്ടോ നീ? അമ്മ said you put appy, second appy for the day. She does stink a little. അയ്യേ ഞാൻ തൊട്ടുമേ ഇവിടെ വരെ എത്തിയിട്ടുണ്ടല്ലോ അപ്പി. ഓക്കെ ഗായ്സ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അടിപൊളി ദിവസമായിരുന്നു. സ്റ്റേ ഹോം, നത്തിങ് ഹാപ്പൻ, നത്തിങ് മേജർ ഹാപ്പൻ. നാളെ ഒരു ദിവസം കൂടി ഗോൾഡ് അവധി എടുത്തിട്ടുണ്ട്, മൺഡേ. So we all gonna be home tomorrow. These two going school tomorrow. So that's it for the day. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. മുന്നേ ഒരു നമുക്ക് പോയിട്ടേ ആ ചന്തി അങ്ങ് കഴിക്കാം. നല്ല ഒള്ളേ മണങ്ങൾ വെറുതെ എങ്ങനെ എടുക്കണേ? ഇവിടെ പ്രസ് ചെയ്താ